ബേപ്പൂരിന്റെ മണ്ണിൽ പുതിയൊരു രാഷ്ട്രീയ പടയൊരുക്കത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് PV അൻവർ. വെറുമൊരു പ്രസംഗമല്ല, മറിച്ച് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയുള്ള കൃത്യമായ കണക്കുകൾ നിരത്തിയുള്ള ഒരു കുറ്റപത്രമാണ് PV അൻവർ അവിടെ സമർപ്പിച്ചത്. ബേപ്പൂരിൽ എന്ത് വികസനമാണ് കൊണ്ടുവന്നത് എന്ന് മന്ത്രി റിയാസ് വ്യക്തമാക്കണമെന്ന വെല്ലുവിളിയോടെയാണ് അദ്ദേഹം തുടങ്ങിയത്. കേവലം വാക്കുകൾ കൊണ്ടുള്ള ആക്രമണമല്ല, മറിച്ച് വിവരാവകാശ രേഖകൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ മരുമോൻ മന്ത്രിയുടെ കസേര തെറിക്കുമെന്ന മുന്നറിയിപ്പാണ് PV അൻവർ നൽകിയിരിക്കുന്നത്. പ്രധാനമായും 160 കോടി രൂപ വിലമതിപ്പുള്ള സർക്കാർ ഭൂമി വെറും 32 കോടി രൂപയ്ക്ക് വിട്ടു നൽകിയതിലെ വൻ അഴിമതിയെക്കുറിച്ചാണ് അൻവർ ആഞ്ഞടിക്കുന്നത്. ഏത് സാധാരണക്കാരനും കണ്ണും പൂട്ടി ലാഭകരമെന്ന് പറയാവുന്ന ഇത്രയും വലിയൊരു ഇടപാട് ഭരണസ്വാധീനം ഉപയോഗിച്ച് അട്ടിമറിച്ചുവെന്നും ഇതിന് പിന്നിൽ വലിയൊരു കോടികളുടെ അഴിമതിയുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷമായി താൻ ഇതേക്കുറിച്ച് സംസാരിക്കുകയാണെന്നും എന്നാൽ അധികാരം ഉപയോഗിച്ച് ഇത് മൂടിവെക്കാനാണ് ഭരണകൂടം ശ്രമിച്ചതെന്നും അൻവർ തുറന്നടിക്കുകയാണ്. മന്ത്രി റിയാസിനെതിരെ മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അൻവർ തൻ്റെ വിമർശനങ്ങൾ തൊടുത്തുവിടുന്നു. മരുമോനിസം എന്ന വാക്ക് ആവർത്തിച്ചുപയോഗിച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിലെ കുടുംബാധിപത്യത്തെ അദ്ദേഹം വിചാരണ ചെയ്യുകയാണ്. നവകേരള സദസ്സിൻ്റെ പേരിൽ കരാറുകാരിൽ നിന്ന് മന്ത്രി നേരിട്ട് പണം പിരിച്ചുവെന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഇതിനോടകം തന്നെ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നും അത് സർക്കാരിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നുമാണ് അൻവറിൻ പക്ഷം. ബേപ്പൂരിലെ വോട്ടർമാർക്ക് വികസനത്തിൻ്റെ തിളങ്ങുന്ന ചിത്രങ്ങൾ കാണിച്ച് വോട്ട് പിടിക്കുന്ന റിയാസിന് യഥാർത്ഥത്തിൽ മണ്ഡലത്തിൽ നടക്കുന്നത് വികസനമല്ല, മറിച്ച് വിറ്റഴിക്കലുകളാണെന്ന് ബോധ്യപ്പെടുത്താനാണ് അൻവർ ശ്രമിക്കുന്നത്. LDFിൻ്റെ ഉറച്ച കോട്ടയായ ബേപ്പൂരിൽ UDF പിന്തുണയോടെയോ സ്വതന്ത്രനായോ മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന അൻവർ ഈ അഴിമതിക്കഥകൾ ജനങ്ങൾക്കിടയിൽ സജീവ ചർച്ചയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അൻവറിൻ്റെ ഈ കണക്കെണിയിൽ കുടുങ്ങി മന്ത്രി റിയാസും മുഖ്യമന്ത്രിയും ഒരുപോലെ പ്രതിരോധത്തിലായിരിക്കുകയാണെന്ന് ഈ പ്രസംഗം തന്നെ വ്യക്തമാക്കുന്നു. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന വലിയൊരു പൊട്ടിത്തെറിയുടെ സൂചനയാണ് ബേപ്പൂരിൽ നിന്നുയരുന്നത്. അൻവറിൻ്റെ ആ പ്രസംഗം ഒന്ന് നോക്കാം. ഇന്നലെ ചേർന്ന നിയമസഭയിൽ പറഞ്ഞത് 1,60,000 കോടി. അപ്പൊ ഈ 60,000 1,00,000 ചില്ലാനം കോടിയിൽ എന്താണ് ബേപ്പൂർ പോർട്ട് പെടാതെ പോയത്? എന്തായിരുന്നു ബേപ്പൂര്? ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഈ പോർട്ട് കാണാൻ വന്നിട്ടുണ്ട്. 979 80-കളിൽ. അന്ന് ഈ അങ്ങാടിയിൽ ഇതിന്റെ 4 ഇരട്ടി ആളുണ്ട്. ഇതാണ് ബേപ്പൂർ എന്ന് കേരളം വിശ്വസിക്കും. അപ്പൊ ഇവിടെ തീയത്തൊന്നും വീഡിയോ എടുത്ത് അയച്ചുവിട്ടാൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു കുഗ്രാമത്തിൽ ഇതിലേറെ നല്ല അങ്ങാടിയുണ്ട്. നമ്മൾ അന്വേഷിച്ചു വന്ന് കഴിഞ്ഞ 12 ദിവസമായി എന്നെ അന്വേഷിച്ചു വന്ന 12 ഗ്രൂപ്പുകൾ, നമ്മുടെ സുഹൃത്തുക്കള് ഒരു ബേപ്പൂരങ്ങാടി തെരഞ്ഞു നടക്കുക വണ്ടിപ്പെട്ടിട്ട്. കാരണം അത്രയും വികസനം നടന്ന ഒരു നഗരത്തിലേക്ക് കടന്നു വരുന്ന ഒരു പ്രതീതിയിലാണ് കടന്നു വരുന്നത്. ഓനെതിരെ നോക്കിയിട്ടും ബേപ്പൂരങ്ങാടി കാണാനില്ല, ബേപ്പൂർ ടൗണിനൊക്കെ കാണാൻ പോലും പറ്റുന്നില്ല. പിന്നെ അവർ വിളിച്ച് അന്വേഷിക്കുകയാണ്, എവിടെയാണ്, ഏതാണ് ഈ ടൗണെന്ന്. അപ്പൊ ഞാൻ അതിന്റെ കോലും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞെടുത്തു. പണ്ട് കെ കരുണാകരൻ ഉണ്ടാക്കിയൊരു സ്തൂപം അവിടെ ഇങ്ങനെ ഒരു മറ്റേ ആലിന്റെ ചുവട്ടിൽ നിൽക്കുന്നുണ്ടാവും. അവിടെ കുറച്ച് എന്താ പറയാ, ഉണങ്ങി ദ്രവിച്ച കെട്ടിടങ്ങൾ, കുറെ പാവപ്പെട്ട തൊഴിലാളികൾ അന്തം വിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. അതന്നെയാണ് ബേപ്പൂരുകാരന് അല്ലേ? കേരളത്തിൽ ഏതെങ്കിലും ഒരു നാട് ഇങ്ങനെ കാണുന്നത് ഒരു നിയോജക മണ്ഡലത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഈ പീഡികൊക്കെ ഒന്ന് നോക്കി ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? നമ്മളെങ്ങനെ ഇരുന്ന് ശ്രദ്ധിക്കരുത്. എന്തെങ്കിലും ഒരു കച്ചവടം നടക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഉണ്ടോ? നമ്മളൊരു വികസനം നടത്തുമ്പോ അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടണ്ടേ? ഇവിടെ ആദ്യം നമ്മൾ എന്താ ചെയ്യാ? വികസനത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ വെറും റോഡും ആകാശവഴിയും ആകാശപരിവണമൊന്നുമല്ല. ഞാനും 8.5 വർഷം MLA ആയിരുന്നു. നിലമ്പൂരിൽ നിങ്ങളൊന്ന് പോയി നോക്കണം. ഈ MLA ഈ മന്ത്രിയെ ഞാൻ വെല്ലുവിളിക്കുക. 1850 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിന്റെ കുഗ്രാമങ്ങളിൽ, മലയോര മേഖലകളിൽ മുഴുവൻ നടത്തിയിട്ടുണ്ട്. അത് ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിഷയങ്ങളിലാണ് നമ്മൾ മുൻതൂക്കം നൽകിയത്. ഈ ബഹുമാനപ്പെട്ട മന്ത്രി ഒരാൾക്ക് തൊഴിൽ കൊടുത്തത് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയുടെ കൂടെ നടക്കുന്ന ആ സഖാക്കൾക്ക് പറയാൻ പറ്റും. ഒരാൾക്ക്
എന്ത് തൊഴിൽശാല ഉള്ളതേ തകർന്ന് തരിപ്പണമായി കടലിന്റെ ഭാഗമായി മാറുകയാണ് ഈ പോർട്ട്, അല്ലേ? ഈ കേരളത്തിലല്ല ഇന്ത്യയിൽ അറിയപ്പെടുന്ന ടൈൽ ഫാക്ടറികൾ ഉണ്ടായിരുന്ന നാടിന്റെ പേരാ ഫറൂഖ്. ഞാൻ താമസിക്കുന്ന വീട് 88 വർഷമായി. ആ ഓടില് ഫറൂഖ് ഫാക്ടറിയാണ്. എന്താ സ്റ്റാൻഡേർഡോ? അതിന്റെ എത്ര കൊല്ലം മുമ്പ് ഒരൊറ്റ ഫാക്ടറി ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? 10 ആൾക്ക് തൊഴിൽ കൊടുത്തത് പറയാൻ സാധിക്കുമോ? ഇപ്പൊ ചൈനയിൽ നിന്ന് ഓടുണ്ടാക്കിയിട്ട് ഫറൂഖ് ഇറക്കുക, അതിന്റെ കടകൾ അവിടെ കാണുന്നു. ഒരു MLA, ഒരു മന്ത്രി എന്ന് പറയുമ്പോൾ ആദ്യം ഇടപെടേണ്ട വിഷയങ്ങൾ മനുഷ്യന് തൊഴിലുണ്ടെങ്കിലേ മനുഷ്യന് ജീവിക്കാൻ കഴിയുള്ളൂ. വീട്ടിലെ പട്ടിണി മാറൂ, പ്രശ്നങ്ങൾ മാറൂ. ഒരു സ്ഥാപനം ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, ഉള്ള സ്ഥാപനങ്ങൾ മുഴുവൻ അടച്ചു കൂട്ടുമ്പോഴും അവനവന്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വിഷമം തോന്നില്ലേ? എവിടെ ഇടപെട്ടത്? ഇപ്പൊ നമ്മുടെ സ്റ്റീൽ ഫാക്ടറി എത്ര ആയിരം ആളുകൾ തൊഴിൽ ചെയ്തിരുന്ന, എത്ര തൊഴിൽ സ്ഥാപനങ്ങൾ സ്ഥലമില്ലാതെ ഇത്തരത്തിലുള്ള സർക്കാരുമായി സഹകരിച്ച് വ്യവസായ സ്ഥാപനങ്ങൾ നടത്താൻ സർക്കാരിനെ ബന്ധപ്പെട്ട സ്ഥലമെടുത്ത് കൊടുത്താൽ മതി. ഉള്ള സ്ഥലം എന്താ ചെയ്തത്? 33 ഏക്കർ സ്ഥലമാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊള്ളു. നിങ്ങൾ 100 കോടിയുടെ അടുത്ത് സ്ക്രാപ്പ് ഉണ്ടെങ്കിൽ ആ 33 ഏക്കർ ലാൻഡ്, ഞാൻ ഇപ്പോഴല്ല ഇത് പറയുന്നത്, അത് വിറ്റെന്ന് ഒരു കൊല്ലം മുമ്പ് പത്രസമ്മേളനം നടത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട്. 32 കോടി രൂപക്കാ വിറ്റത്. ആരാ എടുത്തത്? അള്ളാഹ്ക്കറിയാം. ഒരു ഛത്തീസ്ഗഡിലെ ഒരു കമ്പനി, ഛത്തീസ്ഗഡില് ദുബായിക്ക് നമുക്ക് 4 മണിക്കൂർ കൊണ്ടെത്താം. ഛത്തീസ്ഗഡിൽ എത്തണമെങ്കിൽ വിമാനം, തീവണ്ടിയും ടാക്സിയും പിടിച്ചെത്തണമെങ്കിൽ 3 ദിവസമാണ്. അറിയോ നമുക്ക്? അവിടെ നിന്ന് ഏതോ ഒരു കമ്പനി നമ്മുടെ ഈ മെയിൻ ഹൈവേയുടെ വക്കിൽ ഏകദേശം 1.5 കിലോമീറ്റർ റോഡിന്റെ ഫ്രണ്ടേജുള്ള ഭൂമിയാണ്. നിങ്ങളൊന്ന് വെറുതെ ആലോചിച്ച് നോക്കി, എന്താണ് അവിടുത്തെ ഭൂമിന്റെ വില? ഒരു സെന്റ് ഭൂമിക്ക് എന്ത് വില കിട്ടും? ആ ഹൈവേന്റെ പക്കത്ത് ഈ 33 ഏക്കറിൽ 10 ഏക്കർ ആ റോഡിന്റെ സൈഡാണ്. 25 തൊട്ട് 35 ലക്ഷം വരെ ഒരു സെന്റിന് വിലയുള്ള ഭൂമിയാണ്. നിങ്ങൾക്ക് അറിയാം എത്ര കോടിയുണ്ട്? ഒന്നും വേണ്ട, നിങ്ങൾ 5 ലക്ഷം കൂട്ടിക്കോ ഒരു സെന്റിന്. 35 വേണ്ട, 30 വേണ്ട, 25 വേണ്ട, 20 വേണ്ട, ഒന്നും വേണ്ട. ഒരു 5 ലക്ഷം രൂപ അതിന് വില കണക്കാക്കിയാൽ എത്രയായി? 3, 15, 150, 25, 10, 160 കോടി ഉറുപ്പികക്ക് ഏറ്റവും ചുരുങ്ങിയത് ഏത് കണ്ണുപൊട്ടനും വാങ്ങാവുന്ന ഒരു ഭൂമി 33 കോടി ഉറുപ്പികക്ക് വിറ്റു തൊലച്ചു. തിരുവനന്തപുരം എയർപോർട്ട് അദാനിയെ ഏൽപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമെടുത്തപ്പോ ആ എയർപോർട്ട് ഞങ്ങൾ വാങ്ങിക്കോളാം, അതിന്റെ പണം ഞങ്ങൾ മുടക്കാം എന്ന് പറഞ്ഞ ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. 1,60,60,000 കോടി നാടിന്റെ വികസനത്തിന് ചെലവഴിച്ചു എന്ന് വീമ്പ് പറയുന്ന ഗവൺമെന്റാണ്. ഈ മുഹമ്മദ് റിയാസിന്റെ മൂക്കിന്റെ താഴെ നാളെ ഈ നാട്ടിലെ 10 ആൾക്ക് തൊഴിൽ കൊടുക്കാവുന്ന വ്യവസായ സ്ഥാപനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഭൂമി ഇതേപോലെ വലിച്ചെറിഞ്ഞു കൊടുത്തത്. മറുപടി പറയണം. വെറുതെ അൻവറിനെ തെറി വിളിച്ച് പോയിട്ട് കാര്യമില്ല. ഞാനിത് എന്ന് പറയുന്നതല്ല. വികസനത്തിന് നമ്മൾ ഒരിക്കലും എതിരല്ല. വികസനം നടക്കുക തന്നെ വേണം. അത് വെറും ഫെസ്റ്റും പൂരവും പാട്ടും ഡാൻസുമായി മാറ്റുന്നതിനെയാണ് നമ്മൾ എതിർത്തത്. 4 ബേപ്പൂർ ഫെസ്റ്റുകൾ ഇവിടെ നടത്തി. കോടി എത്രയാ? 20 ചില്ലാനും കോടി രൂപ ഈ പൊറാട്ട് നാടകത്തിന് വേണ്ടിയിട്ട് ഈ മണ്ണിൽ ചെലവഴിച്ചിട്ടുണ്ട്. അറിയോ നമുക്ക്? 2 മാസമായി വിവരാവകാശം ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ തന്നിട്ടില്ല.
ഇവിടുത്തെ പല വർക്കുകളുടെയും വിവരാവകാശം എണ്ണി എണ്ണി ഞങ്ങൾ ആവശ്യപ്പെട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇതൊന്നും അറിയണ്ടേ നമുക്ക്? ആകെ 6 മാസം മുമ്പ് 2 റീൽസിന്റെ കണക്ക് കിട്ടി. ഇവിടെ പത്രമാധ്യമങ്ങൾക്കൊക്കെ അറിവുള്ളതാണ്. 23-ല് ഇവിടുത്തെ ഫെസ്റ്റ് നടത്താൻ പരസ്യം കൊടുത്ത 2 റീല് കാരണം എന്താണ്? നമ്മളെ കുട്ടികൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഫോണിൽ റെഡിയാക്കി പാട്ടും ഡാൻസും അനൗൺസ്മെന്റുമായി ഒരു പരസ്യം. അതാണ് റീൽസ്. നിങ്ങൾക്ക് അറിയില്ല, 2 മിനിറ്റ് അങ്ങനത്തെ 2 എണ്ണം. എത്ര അറിയാം നമുക്ക് പൈസ കൊടുത്തത്? ഇല്ലെങ്കിൽ നാളെ ഇവിടെ CPM-ന്റെ ലീഡർഷിപ്പ്, മുഹമ്മദ് റിയാസിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇവിടെ സ്റ്റേജ് കെട്ടി PV അൻവർ പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് പറയണം. നമുക്ക് ഈ അങ്ങാടിയിൽ 2 സ്റ്റേജ് കെട്ടി നമുക്ക് സംസാരിക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട് 49 ലക്ഷം രൂപ നിങ്ങൾ കേട്ടോളൂ. ഈ പോർട്ടിൽ ഒരു കക്കൂസ് ഉണ്ടാക്കി തരാൻ 100 രൂപ ഇല്ലാത്തവരാണ്. 49 ലക്ഷം രൂപ 2 റീൽസിന് 21 ലക്ഷം രൂപയാണ് റെയിലിന് കൊടുത്തത്. അങ്ങനത്തെ 2 എണ്ണം മാപ്പി 21 42 പ്ലസ് 18% GST. ആരാത് വിഴുങ്ങിയത്? ഈ പണം എങ്ങോട്ടാ പോയത്? അങ്ങനെ ധൂർത്തടിക്കുകയാണ്. പുതിയ പരിപാടിയാ, പാലത്തിന് പെയിന്റ് അടിക്കുക, ലൈറ്റ് ഇടുക, 2.25 കോടി. ഞാൻ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാലോ, 5 മാസം മുമ്പ് എന്താ കൂട്ടുകാരെ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഇവിടെ ഈ കല്യാണത്തിനൊക്കെ പന്തലിടുന്ന ആളുകളില്ലേ, ലൈറ്റൊക്കെ ഇട്ട് വാങ്ങി. ഓരോടൊന്ന് ചോദിച്ചു നോക്കി, ആ പാലം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പൊ ഒറ്റ ലൈറ്റ് ഉണ്ട്. ഈ അങ്ങാടിയിലെ ലൈറ്റ് ആൻഡ് സൗണ്ടില് എന്താ പറയാ, വാടകയ്ക്ക് കൊടുക്കുന്ന നിങ്ങളുടെ ബന്ധമല്ല, TV എന്ന് വെറുതെ പറയല്ല. അവരോട് ചോദിച്ചിട്ട് നിങ്ങൾ ആ പാലം ഇപ്പൊ റിയാസ് ഇട്ട ലൈറ്റ് അതേപോലെ ഞങ്ങൾക്ക് ആ ലൈറ്റ് ഇട്ട് തരാൻ എത്ര രൂപയെന്ന് ചോദിച്ചോളൂ. 10 ലക്ഷം ഉറുപ്പികക്ക് താഴെ ഉണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി ലൈറ്റ് വാങ്ങി ഫിറ്റ് ചെയ്യുക. ഒരു കണ്ടെയ്നർ സാധനം ചൈനയിൽ നിന്ന് വരുന്ന 5 ലക്ഷത്തിന് അറിയാം. അതേപോലെ ആ സാധനമാണ് 2.25 കോടി രൂപ. ആരാ ചോദിക്കാനും പറയാനുള്ളത്? ആർക്കാ ചോദിക്കാൻ ധൈര്യം? അതിന്റെ അപ്പുറത്ത് പഴയ പാലുണ്ട്, പുതിയ പാലം. പുതിയതെന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ പാലം തന്നെ. അതൊക്കെ പെയിന്റ് അടിച്ച് ലൈറ്റ് ഇട്ടാണ് ഞങ്ങൾ. ഞാൻ ഇന്നലെ രാത്രി പോരുമ്പോൾ ലൈറ്റ് ഉണ്ട്, 21 ലൈറ്റ്, 1.25 കോടി രൂപയാണ്. ആ കൈവരി പെയിന്റ് അടിച്ച് സിമന്റ് പൊളിച്ചെടുത്ത് തേച്ചൊന്ന് റെഡിയാക്കി ലൈറ്റ് ഇട്ടത്. ടെൻഡർ അല്ല, എമർജൻസി വർക്കാണ്. നോക്ക എമർജൻസിയാണ്. പറയാൻ തുടങ്ങിയാൽ നാളെ രാവിലെ വരെ ഇവിടുന്ന് പറയേണ്ടി വരും. നമ്മൾ പറയാനുള്ള സമയത്തിലേക്ക് കിടക്കുന്നുള്ളൂ. നമുക്ക് ഇങ്ങനെ നേർക്കുനേരെ സംസാരിക്കാം. വാട്സാപ്പിലും ഫേസ്ബുക്കിലും അൻവറിലും തെറി വിളിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഇവിടെ അപ്പുറവും ഇപ്പുറവും സ്റ്റേജ് കെട്ടി ഈ നിയോജക മണ്ഡലത്തിൽ നടന്ന വികസനങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യണം. നമ്മൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇവിടുത്തെ ജനപ്രതിനിധി ബാധ്യസ്ഥനാണ്. ജനങ്ങൾക്കത് അറിയേണ്ടതുണ്ട്. അപ്പം ഇവിടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു വികസനമില്ല. എവിടെ വികസനം നടന്നത്? കോഴിക്കോട് ബീച്ചിലല്ലേ? കോഴിക്കോട് ബീച്ചില് എത്ര കോടിയുടെ വികസനം? ഇവിടെ ബേപ്പൂരിലും ഈ ചാലിയത്തും കടകണ്ടിലുള്ള പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് 2 സെന്റിൽ വീട് വെക്കാൻ CSR ഭയങ്കര പ്രശ്നം. കോസ്റ്റൽ റെഗുലേഷൻ സോൺ നിയമം ഒരു മാർഗവുമില്ല, ഒരു പട്ടയുമില്ല, ഒരു കെട്ടിടത്തിനോ നമ്പറുമില്ല, ഒന്നിനും ഇവരാരും ഇടപെടില്ല. എന്നാൽ കോഴിക്കോട്ട് അങ്ങാടിയില് ആ കടലിന്റെ പക്കത്ത് കെട്ടിടം നിർമ്മിക്കാൻ അവരുമായി ബന്ധപ്പെട്ടവർക്കൊരു പ്രശ്നമില്ല, അല്ലേ? ഇതെന്ത് നിയമമാണ്? ഇതെന്ത് നിയമം? ലോകത്തെ എല്ലാ വികസിത രാജ്യങ്ങളും അവികസിത രാജ്യങ്ങളും കെട്ടിടങ്ങൾ നഗരങ്ങളിൽ ഇപ്പൊ കെട്ടിക്കൊണ്ടിരിക്കുന്ന കടലിലാണ്. ഇന്നും വരെയും തുടങ്ങിയതല്ല. ദുബായ് പോയ മക്കളുണ്ടാവുമല്ലോ നിങ്ങൾക്ക്, നിങ്ങളിൽ പലരും പോയിട്ടുണ്ടാവുമല്ലോ. ദുബായ് എവിടെയാ വികസിച്ചുകൊണ്ടിരിക്കുന്ന? കടലിലാണ്. കടലിൽ കെട്ടിടങ്ങൾ ലോകമാകെ ഉയരുന്നു. ഒന്നും വേണ്ട, അരപ്പട്ടിണിയും മൊഴിപ്പട്ടിണിയുമായ
നമ്മുടെ ശ്രീലങ്ക ഇവിടുന്ന് 500 കിലോമീറ്റർ ഈ കടലിൽ കൂടെ നീന്തി അവിടെ എത്തും. നിർമ്മാണങ്ങൾ മുഴുവൻ കടലിൽ. ലോകത്തെല്ലായിടത്തും ഹൈക്കോടതി നിൽക്കുന്ന മൂക്കിന്റെ താഴെ 100 കണക്കിന് കെട്ടിടങ്ങൾ എറണാകുളത്ത് ഫ്ലാറ്റ് കെട്ടുമ്പോ യാതൊരു CSR ഇല്ല. ഇവിടെ പച്ചപ്പാവങ്ങളായ മനുഷ്യർ കടം വാങ്ങി ലോൺ എടുത്ത് പണയം വെച്ച് എങ്ങനെങ്കിലും ഒരു ഇരിക്കക്കൂര ഉണ്ടാക്കുക എന്ന് വിചാരിച്ചാൽ ചെന്നാൽ അതിന് നമ്പറും കൊടുക്കൂല, ആ വഴിക്ക് പോകാനും സാധിക്കൂല. എന്താ ഇടപെടാത്തത്? 25 ഏക്കർ സ്ഥലം ഇവിടെ കിടക്കുന്നുണ്ടല്ലോ, കിൻഫ്രണ്ട് അല്ലെ, എളമരം കരിങ് സഖാവ് മന്ത്രിയായ സമയത്ത് വാങ്ങി. ഒരു പുട്ടുകുറ്റി ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി തുടങ്ങി അവിടെ. ഒരു പുട്ടുകുറ്റി അല്ലെങ്കിൽ പല്ലുകുത്തി ഇല്ലേ, ആർക്കും ഉണ്ടാക്കാം. കുറച്ച് കത്തി ചെറിയ മെഷീൻ ഉണ്ടെങ്കിൽ 100 അവിടെ തൊഴിൽ കിട്ടും. 25 ഏക്കർ ഭൂമി അവിടെ കിടന്ന് കാട് പിടിച്ച് കിടക്കുന്നു. കടലുണ്ടിയിൽ കപ്പൽ നിർമ്മാണത്തിന് വേണ്ടി 45 ഏക്കർ ഭൂമി അവിടെ കിടക്കുന്നു. കേരളമാകെ കൈയിട്ട് അമ്മാനമാടുന്ന മന്ത്രി ഫോൺ വിളിച്ച് പറഞ്ഞ ഓർഡറുകൾ, ജിയോകൾ മണിക്കൂറിലും മിനിറ്റിലും വാങ്ങിയെടുക്കാൻ ശേഷിയുള്ള ഒരു മന്ത്രി എന്ത് ചെയ്തു ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി? എത്ര കപ്പലുകൾ ഇവിടെ വന്നിരുന്നു? എത്ര ആൾക്ക് ഇവിടെ തൊഴിലുണ്ടായിരുന്നു? എന്തേ ഇവിടെയുള്ള കപ്പൽ മുഴുവൻ മംഗലാപുരത്തേക്ക് പോയത്? മുമ്പ് വന്നതിന്റെ 1/3 വരുന്നില്ല എന്നാ തൊഴിലാളികൾ പറഞ്ഞത്. പിന്നെ എങ്ങനെ തൊഴിലുണ്ടാവുക? എന്താ കാരണം? ഇവിടെ ഇത് കൈകാര്യം ചെയ്യുന്നവരുടെ ഏർപ്പാടുകൾ, ഉദ്യോഗസ്ഥന്മാരുടെ ഏർപ്പാടുകൾ. ഒരു തീപ്പെട്ടി തൂക്കിയെടുക്കാൻ ശേഷിയില്ലാത്ത ക്രെയിനാണ് കണ്ടെയ്നർ തൂക്കിയെടുക്കാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. മന്ത്രിനേക്കാളും വയസ്സുണ്ട് ക്രെയിനെന്നേക്കാട്ട്. 50-60 കൊല്ലം പഴക്കമുള്ള ക്രെയിനുകൾ. ഇത് മനുഷ്യന് തലയിൽ പൊളിഞ്ഞാടി മരിക്കാത്തത് പടച്ചവന്റെ കാവല. സംവിധാനങ്ങളില്ല. 1 മണിയാകുമ്പോൾ ക്രെയിൻ ഓപ്പറേറ്റർ പോകുന്നവർക്ക് കണ്ടെയ്നർ ഇങ്ങനെ തൂക്കി വാച്ചിൽ 1 മണിയായ പിന്നെ കണ്ടെയ്നർ ആകാശത്ത് ഇങ്ങനെ തൂക്കി കിടക്കുക എന്നുള്ളത്. കാരണം 1 മിനിറ്റ് 1 സെക്കൻഡ്. അപ്പൊ ഇന്ന് വരുന്ന കപ്പൽ അന്ന് അൺലോഡ് ചെയ്ത് പിറ്റേ ദിവസം ലോഡ് ചെയ്തൊരു കപ്പൽ പോകണമെങ്കിൽ 48 മണിക്കൂറിൽ പോകാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഉണ്ടാവണം. ഉള്ള സംവിധാനം തന്നെ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നില്ല. പിന്നെ എങ്ങനെ തൊഴിലുണ്ടാവുക? എങ്ങനെ കപ്പൽ വരിക? ഞാൻ ചെറുതായിട്ട് തന്നെ വരാൻ വേണ്ടിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ചിലരെ വിളിച്ചു ചോദിച്ചപ്പോ ഇവിടെ ഡ്രഡ്ജിങ് നടക്കുന്ന കാര്യം കേട്ടു. സാധാരണ ഒരു ആവറേജ് കപ്പലിന് ഒരു 6 മീറ്റർ ഡ്രാഫ്റ്റ് ഉണ്ടാവും. ഡ്രാഫ്റ്റ് ആണോ നിങ്ങൾക്കറിയാം? കപ്പലിന്റെ അടിയിലേക്ക് വെള്ളത്തിലേക്ക് താഴ്ന്നു നിൽക്കുന്ന. അപ്പൊ 6-7 മീറ്റർ ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ ഒരു 4-5 മീറ്റർ ഡ്രാഫ്റ്റ് ഉള്ള കപ്പലുകൾക്ക് ഇവിടെ വന്ന് അത്യാവശ്യ കാര്യങ്ങൾ നടത്തി പോകാൻ പറ്റുള്ളൂ. അതിന് ചാലിയാറിന് വരുന്ന, ഞങ്ങളെ നിലമ്പൂരിൽ അടക്കം വരുന്ന എല്ലാ മണ്ണും ചെളിയും അതിന്റെ എൻഡ് പോയിന്റ് ആണിത്. എല്ലാ വർഷവും ഡ്രഡ്ജിങ് നടത്തേണ്ടി വരും. ഒരു ഡ്രഡ്ജിങ് സംവിധാനം പെർമനന്റ് ആയിട്ട് നിലനിർത്തേണ്ട ഒരു പോർട്ടാണിത്. കാരണം ഇവിടുത്തെ ഭൂമിശാസ്ത്രവും ഇവിടുത്തെ കാലാവസ്ഥയും അങ്ങനെയാണ്. അതുണ്ടെങ്കിൽ സുഖമായിട്ട് കാര്യങ്ങൾ നടക്കും. അപ്പൊ എല്ലാ വർഷവും ഒരു മാർച്ച് ഏപ്രിൽ ആകുമ്പോൾ ഒരു കരാർ കൊടുക്കും. ആ കരാർ എന്താണെന്ന് ആർക്കും അറിയില്ല. 1 മാസം പ്രവർത്തിച്ച കപ്പൽ, ഡ്രഡ്ജിങ് കപ്പൽ പോകും. കറക്റ്റായിട്ട് ആ മണ്ണ് വാരി കഴിയുമ്പോഴേക്ക് തന്നെ ഏപ്രിൽ മെയ്യില് നമ്മളെ മഴ വരും. ചാലിയാർന്ന മണ്ണും മണലും വന്നു കൊണ്ടും അതവസ്ഥ. അത് മഴ അവസാനിക്കുന്ന സെപ്റ്റംബർ ഒക്ടോബറിൽ ആ ഡ്രഡ്ജിങ് നടത്തിയാൽ ഈ 5-8 മാസമെങ്കിലും ആ കപ്പൽ ചാല അവിടെ നിലനിൽക്കും. ഇതിനാർക്കാ സമയം? ഇവിടെ ഈ പാട്ടും റീലും ഡാൻസും ഉണ്ടാക്കുന്നതിനപ്പുറം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ ഈ ഫെസ്റ്റിന് ചെലവാക്കിയ 10-25 കോടിയില് 10 കോടി രൂപകൾ ചെലവാക്കിയിരുന്നെങ്കിൽ എന്തുമാത്രം മാറ്റം അവിടെ ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു? എവിടെയാണ് വികസനം?
ഞാനിവിടുത്തെ ആശുപത്രികളുടെ കണക്കൊക്കെ ഒന്ന് എടുത്തു. സർക്കാരിന്റെ ഹെൽത്ത് സെന്ററുകൾ എന്താ സ്ഥിതി? മുഹമ്മദ് റിയാസിനെ നിലമ്പൂരിലേക്ക് വെല്ലുവിളിക്കുക. ഒന്ന് നോക്കണം, എല്ലാ ഹെൽത്ത് സെന്ററിലും 7 പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിയാണ് നിലമ്പൂരിൽ. നിങ്ങൾ പഠനം നടത്താൻ STക്കാരും INTCക്കാരും 4 ആളായാലും പോയി ഈ ചങ്ങായി പറയുന്ന വല്ല കാര്യമുണ്ടെന്ന് നിങ്ങളും പരിശോധിച്ചു. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു CHC ഡയാലിസിസ് സെന്റർ കേരളത്തിൽ ആരംഭിച്ച നിലമ്പൂരിലാണ്. ചുങ്കത്തറ CHC അറിയാം നമുക്ക്. 2019 ഒരു പൈസ ഗവൺമെന്റിനോട് നമ്മൾ വാങ്ങിയിട്ടില്ല. 19 ഡയാലിസിസ് മെഷീൻ ജനങ്ങൾ തന്നതാണ്. ആദ്യം 1 ഞാൻ വാങ്ങിക്കൊടുത്തു. പിന്നെ നമ്മൾ സുഹൃത്തുക്കളും ബന്ധുക്കളും വ്യാപാരി വ്യവസായികളും എല്ലാവരും സജീവമായി രംഗത്ത് വന്നു. ഇന്ന് 33 മെഷീൻ ഉണ്ട്. 3 ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ജില്ലാ ആശുപത്രി ബോർഡ് മാറ്റിവെച്ച ആശുപത്രിയായിരുന്നു, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ. അവിടെ 60 ഡയാലിസിസ് മെഷീൻ ഉണ്ട്. എല്ലാ PHSകളിലും 2-3 ഡോക്ടർമാർ, ഫുൾ ഫ്ലഡ്ജ് ലാബുകൾ. ഒരു പഞ്ചായത്തിലെ ഒരു രോഗിയെ സംബന്ധിച്ച് ഒരു പനിയും ജലദോഷവും ചുമയും അത്യാവശ്യം ഒരു നെഞ്ചുവേദന വന്നാലും അവിടുന്ന് ചികിത്സ കിട്ടി അവിടെ തന്നെ എന്താ പറയാ ചികിത്സിക്കാൻ കഴിയുന്ന രീതി. എല്ലാ ഹെൽത്ത് സെന്ററുകളെയും ലാബുകളിൽ കലക്ഷന് വേണ്ടി 2 ആളെ വെച്ചു ഞങ്ങൾ. ആ ലാബിൽ നിന്ന് പരിശോധിക്കാൻ കഴിയാത്ത ബ്ലഡ് ആ പഞ്ചായത്തിന്റെ ഹെൽത്ത് സെന്ററിൽ നിന്ന് ആ ദിവസം കളക്ട് ചെയ്ത് ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധിച്ചതിന്റെ റിസൾട്ട് ആ PHCയിൽ എത്തിച്ചു കൊടുക്കുന്ന സംവിധാനം. ഒരാൾ എങ്ങോട്ടും പോണ്ട. നടപ്പിലാക്കിയതാണ്, പ്രാവർത്തികമാക്കിയതാണ്. ജനങ്ങൾ അതിന്റെ സൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മന്ത്രിയുടെ ഈ നാട്ടിലെ ഹെൽത്ത് സെന്ററുകളുടെ സ്ഥിതി ഞാൻ നിങ്ങളോട് പറയണോ? ഇപ്പൊ ഫറൂഖ് ആശുപത്രിയിൽ 23 കോടി രൂപ ചെലവഴിച്ച് കെട്ടിടം കെട്ടിയെന്ന കണക്ക് കിട്ടിയത്. 23 കോടി രൂപ എങ്ങനെയാണ് ചെലവഴിച്ചത് എന്ന് ചോദിച്ച് നമ്മൾ വിവരാവകാശം കൊടുത്തിട്ട് 2 മാസമായി. ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല. 6 മാസം മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു പോയതല്ലേ ഫറൂഖ്? ഒരു രോഗിയെ അതിന്റെ അകത്ത് കിടത്തി ചികിത്സിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് സാധിച്ചോ? കഴിഞ്ഞ 6 മാസമായിട്ട് എന്താണ് ഇടപെടാത്തത്? മന്ത്രി ഒരു ഫോൺ വിളിച്ച് വീണ ജോർജിനോട് ഒരു 5 ഡോക്ടർമാരെയും അതിനുവേണ്ടി പാരാമെഡിക്കലെയും ഞങ്ങൾക്ക് ഇങ്ങോട്ട് തരണം എന്ന് പറഞ്ഞാൽ മുട്ടുറക്കുന്ന മന്ത്രിമാരുണ്ട്. ഈ മന്ത്രി വിളിച്ചാൽ എന്താ ഇടപെടാത്തത്? ഇത്രയും മോശപ്പെട്ട ആരോഗ്യാവസ്ഥ കേരളത്തിലെ ഒരു നിയോജക മണ്ഡലത്തിൽ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങളാണ് പരിശോധിക്കേണ്ടത്. വിദ്യാഭ്യാസത്തെ കുറിച്ച് ചോദിച്ച രാജീവിനോടൊക്കെ ഒരു സർക്കാർ കോളേജ് ഇല്ലാത്ത ഒരു നിയമസഭാ മണ്ഡലം, ഒരു സർക്കാർ കോളേജ് ഇല്ലാത്ത നിയമസഭാ മണ്ഡലം 45-50 കൊല്ലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ഈ നിയോജക മണ്ഡലത്തിൽ ഒരു സർക്കാർ കോളേജ്, ഒരു പോളിടെക്നിക് പോലും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ അന്തം വിട്ടു. കഴിഞ്ഞ 8 കൊല്ലം കൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കാൻ ഈ ഏഴാക്കൂലിയായ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ എവിടെയാണ് ഇടപെട്ടത്? വിദ്യാഭ്യാസ രംഗത്ത് ഈ മന്ത്രി ഈ നാട്ടിലെ യുവാക്കൾക്ക് വേണ്ടി ആവേശം കൊള്ളിക്കുന്ന മന്ത്രിയാണല്ലോ. ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹത്തിന്, വളർന്നു വരുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി വിദ്യാഭ്യാസ മേഖലയിൽ എന്ത് ഇടപെട്ടു? കേരളത്തിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും
സർക്കാർ കോളേജ് ഉള്ളപ്പോ ഈ ബേപ്പൂരിൽ 50 കൊല്ലമായി. അതിൽ ഏറ്റവും ചുരുങ്ങിയത് 25 പകുതി വർഷം ഇടതുപക്ഷമാണല്ലോ. കേരളത്തിന്റെ മന്ത്രിസഭ ഈ 5 കൂടി കൂട്ടിയ 30. ഒരു കോളേജ് വേണ്ട ഇവിടെ ഈ പ്രൈവറ്റ് കോളേജുകളിൽ മാത്രം പഠിച്ചാൽ മതിയോ കുട്ടികൾക്ക്? ഒരു ഇടപെടലും നടത്തിയിട്ടില്ലല്ലോ. മത്സ്യത്തൊഴിലാളി മേഖല എന്താ സ്ഥിതി? ചാരിയത്തൊക്കെ ഒന്ന് പോയിരുന്നു ഞാൻ സ്വകാര്യത്തിൽ. ഫിഷ് ലാൻഡിംഗ് പോർട്ട് എന്താ അവിടെ ഉള്ളത്? ഒന്നുമില്ലല്ലോ. മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഭവന നിർമ്മാണ പദ്ധതികൾ പൂർണ്ണമായി നിർത്തലാക്കി. സബ്സിഡി ഇനത്തിൽ കിട്ടിയിരുന്ന മണ്ണെണ്ണയും ഡീസലും ഇത്തരം സംവിധാനങ്ങൾ പരിപൂർണമായും എടുത്തു കളഞ്ഞു. അവർക്ക് ജീവനോപാധിയായി എന്തെങ്കിലും അവരുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സ്കോളർഷിപ്പ് എങ്കിലും ഈ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ നൽകിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ സ്റ്റേജ് കെട്ടി പറയട്ടെ. എന്താ പറയാൻ കഴിയാത്തത്? അതല്ലേ തൊഴിലാളി സ്നേഹം. തൊഴിലാളി എന്ന പേര് കേൾക്കുന്നത് പോലും ഈ പിണറായി സിംഗിന്റെ വക്താക്കൾക്ക് അലർജിയല്ലേ? നിങ്ങളുടെ വിയർപ്പിന്റെ ഗന്ധം ആസ്വദിച്ചിരുന്ന ഒരു പാർട്ടി ഇന്ന് തൊഴിലാളികളെ ഈ ഓട്ടോറിക്ഷയിൽ വന്നോ എന്ന് പറഞ്ഞ് CID നേതാവും മന്ത്രിന്റെ പുന്നരന്മാരും കാറ് കയറി പോകുന്നത് നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ. ഇത് ബേപ്പൂരിലെ മാത്രം വിഷയമല്ല. ഞാൻ പറയുന്ന പിണറായി സത്തിന്റെ മറ്റൊരു മുഖം അതാണ്. ഒരു തൊഴിലാളി വർഗ പാർട്ടി ഒരു രാത്രി കൊണ്ട് ഒരു മുതലാളി വർഗ പാർട്ടിയാവുകയാണ്. അതാണ് പിണറായിസം. ഞാൻ ഇന്നലെ ആശാ വർക്കർമാരുമായി കണ്ടു. അവരുമായി സംസാരിക്കുമ്പോ നിങ്ങൾക്കറിയാലോ, കേരളം കണ്ട ഏറ്റവും വേദനാജനകമായ സമരം നടത്തിയവരാണ് നമ്മുടെ ആശാ സഹോദരിമാരല്ലേ. കഴിഞ്ഞ ഫെബ്രുവരി 2024 ഫെബ്രുവരി 5-ാം തീയതി തൊട്ട് കഴിഞ്ഞ 2 മാസം മുമ്പ് 8.25 മാസം രാപ്പകലില്ലാതെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ പട്ടിണി കടന്ന് സമരം നടത്തിയ നമ്മുടെ സഹോദരിമാർ എന്തിനാണ് സമരം നടത്തിയത്? എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഖാക്കൾ ഇവിടെ ഉണ്ടാവുമല്ലോ. നിങ്ങളൊന്നും ആലോചിക്കാത്തത് എന്താണ്? എന്തിനാണ് സമരം നടത്തിയത്? അവരുടെ വേതനം ഒന്ന് വർദ്ധിപ്പിച്ചു തരണം. എത്രയാ വേതനം? ഒരു മാസത്തിൽ 7,200 രൂപ, 232 രൂപ ഒരു ദിവസത്തെ വേതനം. രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന അവരുടെ തൊഴിൽ രാത്രി 10 മണിയായാലും പല സ്ഥലങ്ങളിൽ അവസാനിക്കുന്നില്ല. ഈ അങ്ങാടിയിലെ ഒരു റെസ്റ്റോറന്റിൽ ഒരു ചെറിയ ഹോട്ടലിൽ കയറിയിട്ട് 2 പൊറാട്ടി ഒരു ബീഫ് തന്നാൽ 108 രൂപ കൊടുക്കണ്ടേ? ഈ 232 രൂപ കൊണ്ട് ഇവർ കുടുംബം പോറ്റുകയാണ്. അതിന് 500 രൂപയാക്കി തരണം എന്ന് പറഞ്ഞിട്ടാണ് ഈ സമരം ആരംഭിക്കുന്നത്. പോയി ഇവര് തളർന്ന് സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലായി, വീട് പട്ടിണിയായി. അവസാനം ഒരു 50 ഉറുപ്പികയെങ്കിലും കയറ്റിത്തരാൻ ഈ പിണറായിയോടും ഈ തൊഴിലാളി നേതാക്കന്മാരോടും കെഞ്ചിയ സഹോദരിമാർ കൊടുത്തോ? തിരിഞ്ഞു നോക്കിയോ? എത്ര തവണ അവരെ അവഹേളിച്ചു ഉത്തരവാദിത്തപ്പെട്ടവർ? അവരുടെ കണ്ണീരുണ്ട് ഈ മണ്ണിൽ. ആ കണ്ണീരിന്റെ പ്രതിഫലനം ഇപ്പൊ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ നിലപാടത് പാർട്ടിയുടെ നിലപാടല്ല കേട്ടോ, പിണറായിയുടെ നിലപാടാണ്. എന്താ കാരണം? സമരം ആരംഭിച്ചപ്പോൾ പിണറായിയോട് ചോദിച്ചില്ല എന്ന് പറഞ്ഞു. എവിടെ എത്തി? വിഴിഞ്ഞം പോർട്ടിന്റെ ഉദ്ഘാടനം നടക്കുമ്പോ വാസവൻ മിനിസ്റ്റർ അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണെന്ന് പറഞ്ഞ കെട്ടിപ്പിടിക്കണം. കണ്ടില്ലേ സഖാക്കള്?
എല്ലാ മുതലാളിമാരും പാട്ടന്മാരായി മാറി, എല്ലാവരും കച്ചവടക്കാരായി മാറി. ഈ പിണറായി സംഘത്തിന്റെ ഒരു പ്രത്യേക രീതിയുണ്ട്. അത് ബ്രാഞ്ച് തൊട്ട് തിരുവനന്തപുരം വരെ ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. ഇവരൊക്കെ മുൻകാല കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ഇന്ന് അവരുടെ മനസ്സിൽ മുതലാളിത്തം തിളക്കുകയാണ്. ആഡംബരമാണ് അവരെ നയിക്കുന്നത്. ആ ഒരു വിഭാഗം മാത്രമാണ് കേരളത്തിലെ ഈ മുഴുവൻ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. പാർട്ടിക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിച്ച നേതാക്കന്മാരെവിടെ? പാർട്ടിക്ക് വേണ്ടി ജീവനും ജീവിതവും ബലിയർപ്പിച്ച പഴയകാല തലമുതിർന്ന ഏതെങ്കിലും ഒരു സഖാക്കളെ നിങ്ങൾ എവിടെയും കാണുന്നുണ്ടോ? ഒക്കെ സൈഡ് ആക്സില്ലേ? ഈ ഒരു വിഭാഗത്തിന്റെ കരാളഹസ്തങ്ങളിലേക്ക് CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയെ കൊണ്ട് കെട്ടിക്കൊടുത്തു. അവർക്ക് തൊഴിലുണ്ട്. സഹകരണ ബാങ്കിൽ അവരുമായി ബന്ധപ്പെട്ടവർക്കാണ് തൊഴിൽ. അവിടെ അടിച്ചു വാരുന്നത് തൊട്ട് ബാങ്ക് സെക്രട്ടറി വരെ അവരുടെ ബാക്കിക്കാരാണ്. മറ്റെന്തെങ്കിലും സഹകരണ സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടെയും അവരുടെ ബന്ധുക്കൾക്ക് തൊഴിലുണ്ട്. രാപ്പകലില്ലാതെ ഇൻകുലാബ് സിന്ദാബാദ് കുറിക്കുന്ന ഒരു സഖാവിനും ഒരു സ്ഥലത്തും എവിടെയും തൊഴിൽ കിട്ടില്ല. അത് ജില്ലാ ബാങ്കിലേക്ക് പോയാലും ജില്ലാ ആശുപത്രിയിലേക്ക് പോയാലും ടൂറിസം മേഖലയിലേക്ക് പോയാലും അത് തന്നെ സ്ഥിതി. അപ്പം അവരുടെ സംബന്ധിച്ച് ഈ അവരുടെ ജീവിത പ്രശ്നമാണ് ഈ ഗവൺമെന്റും ഈ MLA-മാരും ഒക്കെ ജയിച്ച് തിരിച്ചു വരിക എന്നത്. കാരണം അത് അവരുടെ ജീവിത തൊഴിലിന്റെ വിഷയമാണ്. ആ നെറ്റ്വർക്കാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നെറ്റ്വർക്കിന്റെ കൂടാരമാണ് കോഴിക്കോട് അങ്ങാടി. മനസ്സിലായി നിങ്ങൾക്ക്? ഈ കോഴിക്കോട് അങ്ങാടിയിൽ ഞാൻ അടിച്ചു മാറ്റാത്ത ഏതെങ്കിലും മുതലുണ്ടോ? ഞാനൊരു സമരത്തിന് പോയിരുന്നു 2 മാസം മുമ്പ് 3 മാസം മുമ്പ് കോഴിക്കോട് അങ്ങാടിയിലെ ഫിഷ് മാർക്കറ്റിൽ. നമ്മളെ ഗ്രൗണ്ട് ബാങ്കിലെ മെയിൻ ഫിഷ് മാർക്കറ്റിൽ മാതൃഭൂമി നിങ്ങൾക്കറിയാലോ. എന്തായാലും സമരം ഒരു ദിവസം മീറ്റ് നോക്കുമ്പോ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ആ മാർക്കറ്റ് പെട്ടെന്ന് പൊളിച്ച് അവിടെ AC ആക്കണം. എയർ കണ്ടീഷൻ ഫിഷ് മാർക്കറ്റ് വേണം കോഴിക്കോട്ട്. അതിനെന്ത് വേണം? അവിടെയുള്ള 12,000-ഓളം വരുന്ന കച്ചവടക്കാരും തൊഴിലാളികളും അടങ്ങുന്ന ആ മനുഷ്യരെ മുഴുവൻ അടിച്ചോടിക്കണം. കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് 2 ഏക്കറോളം വരുന്ന ആ കണ്ണായ ഭൂമി കോഴിക്കോട്ടത്തെ ചില മുതലാളിമാരുമായി ഉണ്ടാക്കിയ BOT സംവിധാനത്തിൽ ഒരു കൈമാറണം. അടിച്ചിറക്കാൻ നോട്ടീസ് കൊടുത്തില്ലേ? അവിടെ ശക്തമായ ഇടപെടലുണ്ടായതിന്റെ പേരിലും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വന്നതിന്റെ ഭാഗമായിട്ടാണ് അവരെ ഫോഴ്സ് ഉപയോഗിച്ചിറക്കാതിരുന്നത്. ആർക്കാ കൂട്ടരെ AC എന്താ പറയാ ഫിഷ് മാർക്കറ്റ്? AC പോയി മീൻ വാങ്ങേണ്ടവർ ഇവിടെ ലുലു അടക്കമുള്ള നിരവധിയായ സ്ഥാപനങ്ങളുടെ വില അവിടുന്ന് വാങ്ങിക്കൊള്ളൂലേ? ആ മാർക്കറ്റിൽ മീൻ വാങ്ങുന്നവരും വിൽക്കുന്നവരും എല്ലാവരും സാധാരണക്കാരും ഇടത്തരക്കാരുമാണ്. മീൻ കൊണ്ടുവരുന്നവര്, മീൻ മുറിക്കുന്നവര്, കോഴി കട്ട് ചെയ്യുന്നവര്, കോഴി വൃത്തിയാക്കുന്നത്, അതിന്റെ പാർട്സ് ഉണ്ടാക്കുന്നവര്, എത്ര ആളാണ് ജീവിക്കുന്നത്? രാവിലെ 150 റുപ്യക്ക് പ്ലാസ്റ്റിക് കവർ വാങ്ങി ആ സൈഡിലിരുന്ന് വൈകുന്നേരം വരെ വിറ്റാൽ 100 റുപ്യ കൂടി അധികം കിട്ടും, 250 റുപ്യ. അങ്ങനെ പ്ലാസ്റ്റിക് കവർ വെക്കുന്ന ആളുകൾ, ഈ ഒഴിവാക്കുന്ന വേസ്റ്റ് വേറൊരു സഞ്ചിയിലാക്കിയിട്ട് ഈ പന്നി ഫാമിലും മറ്റുള്ളവർക്കും കൊണ്ടുപോയി കൊടുത്ത് അങ്ങനെ ജീവിക്കുന്ന ആളുകൾ, വെറ്റില വെക്കുന്നതിന്റെ ഇടയിൽ ചെറിയ ചായപ്പേടിയ 2 പരിപ്പ് വട, അവിടെ തന്നെ ഒരു സ്റ്റവ് കത്തിച്ച് അവിടുന്ന് ചായ പാർന്നു കൊടുത്തിട്ട് മേശയിലൊന്നും ഞാനൊക്കെ കണ്ണിൽ കണ്ടതാ. ഇങ്ങനെ 10,000-2000 ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ഒരു ബുൾഡോസറുമായി മന്ത്രിയും പരിവാരങ്ങളും കയറി വരികയാണ്. എന്തിനാ? ആർക്ക് വേണ്ടിയിട്ടാ? എന്താ സഖാക്കൾക്ക് ഇതൊന്നും മനസ്സിലാവാത്തത്? നടന്നോ? താൽക്കാലത്തേക്കെങ്കിലും നടന്നില്ല. നിർത്തിയ മന്ത്രി. പിന്നെ നോട്ടങ്ങോട്ട നമ്മളെ പച്ചക്കറി മാർക്കറ്റിലേക്ക്.
പാളയം മാർക്കറ്റ് പൊളിച്ചേ തീരൂ. എന്തിനാ പഠിക്കുന്നത്? അവിടെ വൃത്തിയില്ല, അവിടെ സൗകര്യങ്ങളില്ല. പണ്ട് പാളയം എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ മാർക്കറ്റും ഏറ്റവും വലിയ ഹോൾസെയിൽ സെന്ററുമായിരുന്നു. കാലമൊക്കെ മാറി, ഈ ബിസിനസ്സുകളൊക്കെ സെഗ്രിഗേറ്റ് ചെയ്ത് എല്ലാ പ്രദേശങ്ങളിലും അത്യാവശ്യം ഹോൾസെയിലും റീറ്റെയിലുമായി മാറിക്കഴിഞ്ഞു കാലം. ഒരു 10-20 കച്ചവടക്കാർ ചെറിയ റീറ്റെയിലും ചെറിയ ഹോൾസെയിലുമായി ജീവിക്കുക. ഒരു 10-300 തൊഴിലാളികൾ അവിടെ ജീവിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ കവറും ചാക്കും നൂലും വെക്കുന്ന പാവങ്ങൾ അവിടെ വേറെ ഉണ്ട്. അങ്ങനെ ജീവിച്ചു പോവാ. എന്നാൽ അവിടെ ഒരു സംവിധാനം ഒരുക്കി കൊടുക്കല്ല. വേറൊരു BOT, ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ, വേറൊരു മലയാളി സംഘവുമായിട്ട് ആ കല്ലുത്താങ്കടവില് തീപ്പെട്ടിക്കൂടിന്റെ വലുപ്പമില്ല കുറെ വീടുണ്ടാക്കിയത്. തീപ്പെട്ടി 40 സ്ക്വയർ ഫീറ്റ് ആണ്. ഇവിടെ ഉള്ള ഈ 10-200ഓളം കച്ചവടക്കാർക്ക് ഇവിടെ 200, 300, 400 സ്ക്വയർ ഫീറ്റിൽ പതിറ്റാണ്ടുകളായി കച്ചവടം തരുന്നപ്പോ ഇവർക്ക് അവിടെ ഇങ്ങനെ തീപ്പെട്ടി ട്രെയിനിലെ മറ്റേ ഇതില്ലേ 45 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മുടെ സാധാരണ ഒരു ബാത്റൂം ഒരു 8 അടി നീളവും ഒരു 4 അടി വീതി ഉണ്ടെങ്കിൽ 4×8 32 സ്ക്വയർ ഫീറ്റ്. 35 സ്ക്വയർ ഫീറ്റ് പറഞ്ഞാൽ നിങ്ങൾ മനസ്സോട് കണക്കൂട്ടിക്കോ. അങ്ങനത്തെ കുറെ തീപ്പെട്ടി കൂടുകൾ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകണം. വിശാലമായ കുറെ മുറികൾ വേറുണ്ടാക്കിയാണ്. അത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപക്ക് ഇവിടുത്തെ കോഴിക്കോടത്തെയും പരിസരത്തെയും മുതലാളിമാർക്ക് വിറ്റ് അത് മൂക്കിൽ വലിച്ചു കഴിഞ്ഞു. അറിയുന്നു നിങ്ങൾക്ക്? എന്നിട്ട് മുഖ്യമന്ത്രി വരിക, വലിയ ഉദ്ഘാടനം നടത്തുക, ഭീഷണിപ്പെടുത്തുക. ഒരാളും പോകരുത് പറഞ്ഞു. ഞാൻ പോയിരുന്നു. നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ ഇതിന് തീരുമാനം ഉണ്ടാവും. അതല്ലാതെ ആരെങ്കിലും ചില്ലറ വാങ്ങി ഈ പറയുന്ന ആളുകൾക്ക് കീഴ്പ്പെട്ട് 4 ആൾ അങ്ങോട്ട് പോയാൽ ഈ സംവിധാനം പൊളിയും. ഒരാളും ഇറങ്ങിക്കൊടുത്തില്ല. അപ്പൊ ഈ നാട്ടിൽ കാണുന്ന ഈ അത്യാവശ്യ വികസനങ്ങൾക്ക് 5 പൈസയില്ല, അതിന് സമയമില്ല. BOT അടിസ്ഥാനത്തിൽ ഏത് മുതലാണോ വാങ്ങാൻ, ആരാണോ ഉള്ളത്, വല വീശി പിടിക്കുക. ഇവിടെ മാത്രമല്ല കേട്ടോ, ഞാൻ കോഴിക്കോടത്തെ കഥ മാത്രമേ പറയുന്നുള്ളൂ. കുറച്ച് കണക്ക് വരും പറയേണ്ടി വരും. ഒരു സംശയം നിങ്ങൾ കരുതണ്ട. ഇവര് നടത്തിയ അഴിമതികൾ ഏപ്രിലിൽ തെരഞ്ഞെടുപ്പൊന്ന് കഴിയട്ടെ. ശബരിമല തന്നെ മൂക്കിലാക്കി കാണുന്നില്ലേ നിങ്ങൾ? എന്താ അവര് കക്കാത്തത്? എന്താണ് കക്കാത്തത്? എവിടെയാണ് ഇവർ കളവ് നടത്താത്തത്? ഒരൊറ്റ സ്ഥലം ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? പച്ചയായ കൊള്ള, ഒരു മടിയുമില്ലാതെ. ഒരു മനസ്സാക്ഷി കുത്തുണ്ടാവില്ല ഈ അമ്പലത്തിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ആലോചിച്ചു. ഭക്തർ നൽകിയ ദാനമാണിത്. ഒരു ഭക്തിയുടെ ഭാഗമായി വികാരപരമായി ആ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് എന്തൊക്കെ അടിച്ചു മാറ്റി എന്നുള്ളത് അയ്യപ്പന് പോലും അറിയില്ല. കൈ കെട്ടണം, സഞ്ചി കൊണ്ടാവുന്നു, ടിഫിൻ കാരിയിൽ കൊണ്ടാവുന്നു ഒക്കെ അടിച്ച് തീർന്നിട്ടുണ്ട്. പിന്നെ ആകല്ല ജനലും വാതിലും അതും കൂടി കുത്തിപ്പൊളിച്ചു കൊണ്ടാകാനുള്ള ധൈര്യം. ഗൗരവമായിട്ട് നിങ്ങൾ ആലോചിക്കണേ. ഞാൻ തമാശയായിട്ട് പറയില്ല. സഞ്ചിയിൽ തൂക്കിപ്പോയതൊക്കെ പോയി. ഏതായാലും ഏറ്റവും അവസാനം പുറത്തു വരാൻ നിൽക്കുന്ന പത്മനാഭ ക്ഷേത്രത്തിൽ തേങ്ങയില്ല എന്നാണ്. നല്ലോണം കരുതിക്കൊള്ളി, പുറത്തു വരാൻ നിൽക്കുകയാണ്. അപ്പൊ ഈ വാതിലും ജനലും അടക്കം കുത്തിപ്പൊളിച്ച് തലയിൽ വെച്ച് കൊണ്ടുപോകാൻ ഈ മുരാരിബാബും ഈ പത്മകുമാറും ഒറ്റയ്ക്ക് തീരുമാനിക്കുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമില്ല. അതിനുള്ള ശേഷിയൊന്നും ഒരുക്കുന്നില്ല. സഞ്ചിയിലൊക്കെ നോക്കി പോകാൻ ശേഷി ഉണ്ടാവും. അപ്പൊ ആരാണ് ഇവർക്ക് ഇതിന് ധൈര്യം കൊടുത്തത്? ആരാണ് ഇവരെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞത്? പുറത്തു വരണം. ഒരു കാരണവശാലും ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പുറത്തു വരില്ല. പേടി നിങ്ങൾ പേടിക്കണ്ട. ഇവരുടെ പ്രശ്നമേ ഇല്ല. ആ കേസ് അന്വേഷിക്കുന്ന SP ശശിധരൻ, ഇവിടെ പോലീസുകാരുണ്ടല്ലോ. മലപ്പുറത്ത് SP ആയിരുന്നു ഞാൻ ഈ വിഷയം തുടങ്ങുന്ന കാലത്ത്.
അന്ന് അതിന്റെ മുമ്പുണ്ടായിരുന്ന സുജിത്താസ് SP ഈ എയർപോർട്ടിൽ കൊള്ള മുഴുവൻ നടത്തിയ വ്യക്തിയുടെ അതിന്റെ ഭാഗമായി നിന്നവൻ. ഇതൊക്കെ കൊള്ളയടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ക്യാമ്പ് ഓഫീസിൽ SP ഓഫീസിന്റെ ബാക്കിൽ നല്ലൊരു വീട്ടിൽ തടിയുണ്ട്. അത് മുറിച്ച് കടത്തി മുമ്പിൽ അത് അന്വേഷിക്കണമെന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തു ഈ ശശിധരന്. ഇവിടെ പത്രക്കാരുണ്ടല്ലോ, കേട്ടോ. അന്ന് ശശിധരനാണ് മലപ്പുറം SP. പരാതി കൊടുത്തിട്ട് 5 ദിവസമായിട്ട് ഒരു അന്വേഷണമില്ല. പരാതി കൊടുത്താലും അറിയോ? ശ്രീജിത്ത് എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടർ, അയാളാണ് ഇപ്പൊ 2 മാസം മുമ്പ് രാജിവെച്ചത്. പോലീസ് രാജിവെച്ച വാർത്തകൾ കണ്ടല്ലോ. ആ ശ്രീജിത്ത് SI ആണ് പരാതി കൊടുക്കുന്നത്. 1 മാസം മുമ്പ് കൊടുത്തിരുന്നു. എന്നിട്ട് എന്നെ വന്ന് കാണുകയാണ്, സാറേ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്, ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ട്, അതിന്റെ പേരിൽ ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചില്ല, സാറൊന്ന് ഇടപെടണം. എന്നിട്ട് ഈ ശ്രീജിത്ത് SI എന്റെ വീട്ടിൽ ഒതായി വന്ന് എന്നോട് പറയാം. അപ്പൊ ശ്രീജിത്ത് കൊടുത്ത പരാതിക്ക് ഒരു കൗണ്ടർ ലെറ്റർ വെച്ച് ഈ പറയുന്ന ശശിധരന് നമ്മൾ കത്ത് കൊടുക്കുകയാണ്. 3 ദിവസത്തിനുള്ളിൽ ഇതിന്റെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന്. ഞാൻ MLA ആണല്ലോ, അതുപോലെ അല്ലല്ലോ. ഒരു നടപടി ഉണ്ടായില്ല, ഒരു മറുപടി ഉണ്ടായില്ല. അപ്പൊ ഇനിയിപ്പോ ആ മരം മുറിച്ചോ ഇല്ലയെന്നൊന്നും അറിയണം. അങ്ങനെയാണ് ഞാൻ അന്ന് SP ക്യാമ്പ് ഓഫീസിൽ പോകണം, എന്നെ തടയണൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ മരം മുറിച്ച് കാണാൻ പോയതാ. ആ മഹാനാണ് ഈ പറയുന്ന SITയുടെ എന്താ പറയാ തലവൻ, മനസ്സിലായില്ലേ? അദ്ദേഹത്തെ കുറിച്ച് ഈ പറയുന്ന സുജിത്താസ് പറയുന്ന കാര്യങ്ങൾ വേറെ കിടക്കുന്നത് ഞാനേക്കൊന്നും പോകും. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ജാതി ആളുകളാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഒരു വിശ്വാസി സമൂഹത്തെ ഏൽപ്പിക്കേണ്ട അമ്പലങ്ങളും ദേവാലയങ്ങളും ഒക്കെ അത് വിശ്വാസികൾ കൈകാര്യം ചെയ്യുന്നത്. ലീഡർ കെ കരുണാകരൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നമ്മൾ ഒരുപാട് കാലം നടന്നതാണ്. UDF ഭരണം വരുമ്പം ഇത്തരം കാര്യങ്ങളിൽ ഇവരുടെ ശ്രദ്ധ വളരെ ഗൗരവമായിട്ട് അത് ഏൽപ്പിക്കുന്ന ആളുകൾ വിശ്വാസിയാണ് എന്ന് നല്ല ഉറപ്പില്ല. രാവിലെ അമ്പലത്തിൽ പോയി തൊഴുകി ഭഗവാനെ നല്ല ഭയമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന വിശ്വാസികളുടെ കയ്യിൽ മാത്രമേ ഇത്തരം സ്ഥാപനങ്ങൾ ശ്രീ കെ കരുണാകരനെ ഏൽപ്പിക്കുള്ളൂ. അവർക്ക് വലിയ കഴിവില്ലെങ്കിൽ എന്താ അറിയോ? കഴിവില്ല സെക്രട്ടറിനെ വെച്ചോളൂ. എന്നാലും ഇത് കട്ടുകൊണ്ടുപോകരുത്, ഈ മുതല് അവിടെ ഉണ്ടാവണമെന്നായിരുന്നു ലീഡർ ഇത്തരം കാര്യങ്ങളിൽ എല്ലാ കാലത്തും കണക്കാക്കി. അപ്പൊ ഇത് കൈകാര്യം ചെയ്യുന്ന ആരാ കൈകാര്യം ചെയ്യുന്നത്? ഇവർക്കെന്ത് ദൈവം, എന്ത് ശങ്കരാന്തി? എന്തിനാടോ അയ്യപ്പന് മുതലെടുക്കണോ, അടിക്കണോ, പോടോ? അല്ലേ? ഈ അവിശ്വാസികളുടെ കയ്യിൽ ഈ സാധനങ്ങൾ മുഴുവൻ ഏൽപ്പിച്ചു. ഓർക്കെന്താ? ആരോട് പറയാൻ? വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ കൈവറക്കും, അവന്റെ ഹൃദയം പെടയും. അതുകൊണ്ടല്ലേ അടിച്ചു മാറ്റി ഇനി ഇറങ്ങാൻ കാലത്ത് ബാക്കിയുള്ള ജനലും മതിലോ അതും പൊളിച്ചു പോയെന്ന് പറയണമെങ്കിൽ ഇവരുടെയൊക്കെ മാനസികാവസ്ഥകൾ ആലോചിച്ചാൽ മതി. എന്താ കോഴിക്കോട്ട് എയർപോർട്ടിൽ എന്താ സ്വർണം പിടിക്കാത്ത ഒരു കൊല്ലമായിട്ട് ഒരു ഗ്രാമം പിടിച്ചു. എന്തേലും ഏർപ്പാട്? ഇന്നലെ ഹൈക്കോടതിയിൽ കസ്റ്റംസ് കൊടുത്ത പരാതി വാർത്തകൾ കണ്ടിട്ടുണ്ടാകും. എന്താണോ ഞാൻ പറഞ്ഞത്, ആ കസ്റ്റംസിന്റെ പ്രിമിസസിൽ, എയർപോർട്ടിന്റെ പ്രിമിസസിൽ ഒരു ഡിപ്പാർട്ട്മെന്റിനും കയറി കൈവെക്കാനുള്ള അധികാരമുള്ള അവിടുന്ന് എന്ത് പിടിച്ചാലും നേരെ കസ്റ്റംസിനെ കൊടുക്കേണ്ടത്. ഇന്നലെ കേസ് നടക്കാണ്. ഇന്നലെ വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മീഡിയകളിലാണ് ഒരു ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പൊ എല്ലാം കഴിഞ്ഞു, അവസാനത്തെ പോക്കാണ്. കത്തുന്ന പേർക്ക് ഊരിന കഴുക്കോല് ലാഭം കേട്ടിട്ടില്ല ഞങ്ങള്. എന്താണോ ഇനി വലിച്ചു വരാൻ തീരെയാണല്ലോ. എല്ലാരും നല്ലോണം കാത്തോളി. ഇവിടെ ആരെങ്കിലും അമ്പല കമ്മിറ്റിക്കാരുണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ചോളി. ഒരു പൂട്ട് കൂടി എക്സ്ട്രാ പൂട്ടിക്കോളി, മനസ്സിലായില്ലേ? അതിനായിട്ടൊരു വിഭാഗം ഇറങ്ങിയിട്ടുണ്ട്. സഖാക്കളല്ല കേട്ടോ, ഒരിക്കലും സഖാക്കളല്ലേ. ഇവരൊന്നും സഖാവുമല്ല, കൊള്ള സംഘമാണ്.
ഈ പിണറായിസത്തിന്റെ ഭാഗമായി എന്തും കൊള്ളയടിക്കാനുള്ള അവകാശം കൊടുത്ത ഒരു വിഭാഗം കാസർഗോഡ് ഒരു തിരുവനന്തപുരം വരെയുണ്ട്. എന്ത് സംരക്ഷണവും കൊടുക്കും അല്ലേ? കുഞ്ഞികൃഷ്ണൻ പറയുന്നപ്പോ 2-3 ദിവസമായിട്ട് നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. രക്തസാക്ഷി ഫണ്ട് കുഞ്ഞികൃഷ്ണനെ പുറത്താക്കി. 4 മാസമായി ജയിലിൽ കിടക്കുന്ന പത്മകുമാറിനെതിരെ പാർട്ടിയുടെ ഒരു നടപടി പോലും എടുക്കാത്ത എടുത്ത വിവരം അറിയും. മനസ്സിലായില്ലേ? വാക്യം പറയണ്ടല്ലോ. ഞാൻ ഇതിലൊക്കെ ഒന്നും കിടക്കുന്നില്ല. അത് അവരുടെ പാർട്ടിയുടെ പ്രശ്നം. അവര് തന്നെ സഖാക്കളെ ഒന്ന് മനസ്സിലാക്കട്ടെ. അപ്പൊ ഇവിടെ വികസനം വേണം. ഈ ബേപ്പൂര് വികസിക്കുക തന്നെ വേണം. ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കപ്പലുകൾ തിരിച്ചു വരണം. ഇവിടുത്തെ ഗുരു വ്യവസായം മുമ്പുള്ളതിനേക്കാളും ശക്തമായി നടത്തേണ്ടതുണ്ട്. ഈ വടക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മീൻ കിട്ടാൻ സാധ്യതയുള്ള പ്രൊഡക്ടിവിറ്റിയുള്ള ഈ കടലോരം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഇവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്ക് ജീവിക്കാനുള്ള അവകാശം വെച്ചു കൊടുക്കേണ്ടതുണ്ട്. കൊല്ലങ്ങളായി കാത്തു നിൽക്കുന്ന ലക്ഷക്കണക്കിന് പട്ടയം ഈ ഗവൺമെന്റ് കൊടുത്തിട്ട് അറിയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയം കൊടുത്ത നിയോജക മണ്ഡലത്തിന്റെ പേര് നിലമ്പൂര്. പരിശോധിച്ചോ നിങ്ങള്? ഒരാൾ പട്ടയം കിട്ടാത്തതില്ല. എന്താ? പണിയെടുക്കണം, അതിന്റെ പിന്നാലെ പോകണം, അതിന് ആളെ വെക്കണം, ആ പ്രശ്നം എന്താണെന്ന് പരിഹരിക്കണം, അതിന് തഹസിൽദാർ ഇടപെടണം, ലാൻഡ് ബോർഡുമായി ബന്ധപ്പെടണം, കലക്ടറെ വിളിക്കണം, ഡെപ്യൂട്ടി കളക്ടറോട് പറയണം. അപ്പൊ കിട്ടും. ലക്ഷക്കണക്കിന് ആളുകൾക്ക് പട്ടയം കൊടുത്തു എന്ന് വീമ്പിളക്കുന്ന മന്ത്രിയുടെ മന്ത്രിസഭ നിൽക്കുമ്പോ മന്ത്രിയുടെ മൂക്കിന്റെ താഴെ ഈ പാവപ്പെട്ടവർക്ക് പട്ടയം കൊടുത്തില്ല. ഇപ്പൊ ആരൊക്കെ വരുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു. ചിലപ്പോ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഒരു ചിലപ്പോ കിട്ടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ മറന്നുപോയി. പാട്ടിന്റെയും ഡാൻസിന്റെയും മാസ്മരികതയിൽ ഇങ്ങനെ ഒഴുകല്ലേ. ഇതും ചെറിയൊരു മയക്കുമരുന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? സംഗീതം, ഡാൻസ് എന്നൊക്കെ പറഞ്ഞത് മനുഷ്യന്റെ മനസ്സിനെ അത്യാവശ്യം സ്വാധീനിക്കുന്ന, അതിലൂടെ എങ്ങനെ വിടുകയാണ് ചെറുപ്പക്കാരെ. അത് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയം വൈകി. ഞാൻ എന്താ പറയുക, കുറച്ച് വികാരപരമായി സംസാരിച്ചു പോയതാണ് നിങ്ങളെ കണ്ടപ്പോ. സത്യത്തിൽ ഞാൻ അന്തം വിട്ട് ഇവിടെ വന്ന് കയറി നിൽക്കും. ഈ 10 മീറ്റർ വീതി 30 മീറ്റർ നീളമുള്ള ഒരു പന്തലിൽ ഇരിക്കാനുള്ള തൊഴിലാളികളാണ് ഈ പോർട്ടിൽ വന്നപ്പോ ഞാൻ ഇവിടെ ഇരുന്ന് അങ്ങനെ ആലോചിക്കുന്നു. ആയിരങ്ങൾ നിറഞ്ഞൊഴുകേണ്ട ബേപ്പൂരിന്റെ ഈ പരിസരത്ത് ഈ ഒരു ഗതികേടിലേക്ക് ഈ ബേപ്പൂർ തുറമുഖവും അതിന്റെ പരിസരവും എത്തിയിട്ടുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ മാനസികാവസ്ഥ എന്താണെന്നല്ലേ കുറച്ച് നേരം ആലോചിച്ചു. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. അധികം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തായിരുന്നാലും ഈ പോരാട്ടം നമുക്ക് തുടരേണ്ടതുണ്ട്. ബേപ്പൂർ വികസിക്കേണ്ടതുണ്ട്. ദുബായും സിംഗപ്പൂരും ആവണ്ടേ. ഈ ഗതിയിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തിയെടുക്കണം. മനസ്സിലായി? ഈ ഗതിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കണം. ജനങ്ങൾക്ക് തൊഴിൽ നൽകുന്ന സംരംഭങ്ങളെ നമുക്ക് കൊണ്ടുവരണം. ഭൂമി ഉണ്ടല്ലോ, 25 ഏക്കർ എവിടെ കിടക്കുന്നത്, 45 ഏക്കർ അവിടെ കിടക്കുന്നത്. നമുക്ക് മറൈൻ കോളേജ് ഇവിടെ വരണം. എല്ലാ സാധ്യതകളുണ്ട്. ഗവൺമെന്റ് കോളേജ് വരണം. വിദ്യാഭ്യാസത്തിന് നമ്മൾ നല്ല മുൻതൂക്കം നൽകണം. ജനങ്ങൾ അങ്ങേയറ്റം ഇതിനൊക്കെ സഹായിക്കുമെന്ന് നമുക്കറിയാം. ജനങ്ങളോട് പോയി പറഞ്ഞാൽ മതി. ഈ ആശുപത്രികളുടെ ശോചനീയാവസ്ഥ സർക്കാർ എന്ന് കിട്ടിയിട്ടില്ലെങ്കിലും ഈ നാട്ടിലെ നല്ല മനസ്സുള്ള സമ്പന്നരായിട്ട് നിരവധിയായ ആളുകൾ ഈ നാട്ടിലുണ്ട്. അവരോടൊന്ന് പോയി ചോദിച്ചാൽ മതി. ഞങ്ങളിങ്ങനെ സംരംഭം, ആശുപത്രിയിലേക്ക് 4 കട്ടില് വേണം, 2 ഫ്രിഡ്ജ് വേണം, ഒരു രോഗിയെ പരിശോധിക്കാനുള്ള കുറച്ച് മെഷീനുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ 1 ലക്ഷം 2 ലക്ഷം ഇങ്ങനെ നടന്നാൽ കിട്ടും. ഇത് അതിന് അവനാന്റെ കാര്യം കഴിഞ്ഞിട്ട് വേണ്ടേ അല്ലേ? ആ കാട്ടുമുക്കില് നിലമ്പൂരില് 60% 70% സാധാരണക്കാരായ കർഷകരില് ആ മനുഷ്യന്മാരുടെ ഇടയിലാണ് കോടാനുകോടി റുപ്യന്റെ ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ അവിടെ നടത്തിയത്. അത് 100 റുപ്യ 500 റുപ്യ 1000 റുപ്യ 5000 റുപ്യ തന്നിട്ട് നടത്തിയതാണ്. ഇവിടെ ഫറൂഖിലും പേട്ടയിലും ബേപ്പൂരും ഒക്കെ ഉള്ള നല്ല മനസ്സിൽ എത്രയോ കച്ചവടക്കാരുണ്ട്. അവരോട് പോയി പറഞ്ഞാൽ മതി. ഒരു സക്കാത്തിന്റെ സദക്കന്റെ പൈസ കിട്ടിയാൽ മതി. ഈ ബേപ്പൂരിലെ സാധാരണ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർത്തു കൊടുക്കാൻ കഴിയും. കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയും. അതിന് സംവിധാനം ഉണ്ടാക്കാൻ സാധിക്കും.
അതിന് കുറച്ച് സമയം ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ചെലവഴിക്കണം. എന്തായിരുന്നാലും ഇതാണ് ബേപ്പൂര്. നമുക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ വിശദമായി പറയാനുണ്ട്, അത് നോക്കാം. എന്തായാലും എന്നോട് മത്സരിക്കണം എന്ന് പറഞ്ഞിട്ട് മാത്യു വക്കീല് ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. നമ്മളിങ്ങനെ എന്താ പറയാ, ജനങ്ങളെയൊക്കെ കണ്ട് അവരുടെ മനസ്സൊക്കെ പഠിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു. എന്തായാലും മത്സരിച്ചാലും മത്സരിച്ചില്ല ഇല്ലെങ്കിലും ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ബേപ്പൂർ നിങ്ങൾ എന്നെ ക്ഷണിച്ചിട്ടാണ് ഞാൻ വന്നത്. നിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നും ഒരു സഹോദരനെ പോലെ ഇവിടുത്തെ സാധാരണക്കാരോടും തൊഴിലാളികളോടൊപ്പം ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.